ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ അതുപോലെ തന്നെ വർക്ക് ഏരിയകളിലൊക്കെ നമ്മൾ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കബോർഡ് വർക്ക് നമ്മൾ എങ്ങനെ ചെയ്താൽ നീറ്റായിട്ടിരിക്കും, പിന്നെ അതിൻ്റെ പുതിയ മോഡൽസായ ഹാൻഡിലൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട്, അതായത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡിലുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതെങ്ങനെ തുറക്കുന്ന രീതിയിൽ തന്നെ ചാനൽ അടിച്ച് ക്ലിയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കബോർഡിൻ്റെ തൊട്ട് താഴെ, അതായത് താഴെ വന്നിരിക്കുന്ന ആ ചാനൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ചാനലിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കത് തുറക്കുന്നതിന് വളരെ എളുപ്പമാണ്. അതായത് അതിൻ്റെ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിരിക്കും കാണാനും. അതുമാത്രമല്ല, അതിൻ്റെ സെപ്പറേറ്റ് ഒരു ഹാൻഡിൽ പണ്ടൊക്കെ വരാറുണ്ട്. മൾട്ടിവുഡിൻ്റെ സെപ്പറേറ്റ് ഒരു ഹാൻഡിൽ വരാറുണ്ട്. ഈ ഹാൻഡിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതുമാത്രമല്ല, കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് ഈ ഹാൻഡിൽ പെട്ടെന്ന് ഇളകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാനലാകുമ്പോൾ നീറ്റായിരിക്കും. പിന്നെ അതിൻ്റെ ഇഞ്ചസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ടോപ്പ് ക്വാളിറ്റി ഇഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചാനലിൻ്റെ സിസ്റ്റം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നീറ്റായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഒരു ഡിസൈനും കൂടി നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ അകത്ത് ഒരു ഡ്രോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് ഡ്രോ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് ഇഞ്ചസ് കാര്യങ്ങൾ, അതിൻ്റെ റെയിൽ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. റെയിൽ വരുന്ന സിസ്റ്റം. അപ്പോൾ നമുക്കത് ഏത് മോഡൽസ് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് മോഡൽസ് വേണമെങ്കിലും അത് റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ അകത്തിരിക്കുന്ന സ്റ്റീലിൻ്റെ ആ പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ആ സ്റ്റീലിൻ്റെ ഫുൾ സെറ്റ് കാര്യങ്ങൾ റെഡിമെയ്ഡ് സിസ്റ്റമാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ കാര്യങ്ങളെല്ലാം കബോർഡ് ചെയ്തതിന് ശേഷം അതിന് ഡോറ് വെച്ച് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രോകളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാ സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുരുമ്പെടുക്കുന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ കിച്ചണിൻ്റെ ഏരിയ ആകുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ചെറിയൊരു ഈർപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഫുൾ മെറ്റീരിയൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ മൾട്ടിവുഡാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ നമ്മൾ നേരത്തെ ചാനൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. മൾട്ടിവുഡ് അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്ലൈവുഡോ അങ്ങനെ കാര്യങ്ങളൊന്നും കിച്ചണിൻ്റെ ഏരിയയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കിച്ചണിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഈർപ്പവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഭാവിയിലേക്ക് നമ്മൾ മരമോ അതുപോലെ തന്നെ പ്ലൈവുഡോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പതുക്കെ കുത്തി വെള്ളത്തിൻ്റെ ഈർപ്പം നിന്ന് കുത്താനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ മൾട്ടിവുഡ് അല്ലെങ്കിൽ ട്രീറ്റഡ് ആയിട്ട് വരുന്ന ഇതേപോലുള്ള വുഡുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. വർഷങ്ങളോളം നിലനിൽക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷേ അതിന് ചെറുതായൊരു ഫാൾട്ട് കൂടിയുണ്ട്. മൾട്ടിവുഡ് ആവുന്ന സമയത്ത് മൾട്ടിവുഡ് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് പോലെയാണ് വരുന്നതുകൊണ്ട് ചെറിയ അതിൻ്റെ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അഴയാനുള്ള ചാൻസ്, അതായത് ചെറിയ ചാൻസ് കൂടി ഉണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് മരത്തിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന്, അതായത് അതിൻ്റെ ഡോറുകളൊക്കെ ശരിക്കും കൊടുക്കുന്ന ഇഞ്ചസ് കണ്ടോ, അതൊക്കെ ജസ്റ്റ് ചെറുതായിട്ട്, അതായത് ചെറിയ അഴയാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. എന്നുള്ള ചെറിയ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.